നിനക്ക് പെട്ടെന്ന് ASPയോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ? എന്തിനാ അയാൾ വെറുതെ വിടാൻ പറഞ്ഞത്? അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ജാക്കി, ശൈരൻകുട്ടി, എല്ലാം തീർന്നു. എല്ലാവരും ആ താകും, ഞാൻ ഉൾപ്പെടെ. എന്താടോ കാര്യം പറ. നോക്ക്, അഴിഞ്ഞതാ. ദേ കണ്ടില്ലേ, വലിയ ചതിയായി പോയി. ഇതെങ്ങനെ അവരറിഞ്ഞു? അച്ഛൻ അറിഞ്ഞാ തീർന്നു. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി? ആരാ ഇവരുടെ ആള്? ആളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണ, അശ്വതി, നല്ല ഡീസന്റ് ആണ്. അയ്യോ, ഞാനല്ല അവർക്ക് ഈ ന്യൂസ് കൊടുത്തത്. അല്ല, സത്യമായിട്ടും അല്ല. ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ്. രണ്ടാമതും കുത്തി പൊക്കുവോ? എന്തിന്? അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേ അയാൾ മനസ്സിലാക്കി കാണും. തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത്. ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല. പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ല എന്ന് അയാൾക്കറിയാം. പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത്? എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി? അതൊന്നറിയണ്ടേ? സാഗർ, അവളോടൊന്ന് ചോദിച്ചാലോ? എന്ത് കാര്യം? ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ലേ അർത്ഥം? വേണ്ട, അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്നതല്ലേ നല്ലത്? പേടിക്കും പേടിക്കും. വേഗം ചെല ശേരൻകുട്ടി, എടുത്തിയാട്ടാ നിന്റെ കുഴപ്പം. പോയെ. ഹലോ ഹലോ. പവർ ഫെയിലിയറാ. അത് തുറക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഒന്നീ കറണ്ട് വരണം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം. എക്സ്ക്യൂസ് മീ, ആ വീക്കിലി വന്നരാ. അശ്വതി വർമ്മ, ജേർണലിസ്റ്റ് ആണല്ലേ? അതെ. Underworld King Sagar Elias Jackie helps the Chief Minister to overcome the political crisis. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? ഞങ്ങൾ നുണ എഴുതാറില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ? സംഭവിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. താങ്ക്സ്. നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത്? പല സോഴ്സും ഉണ്ട്. സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച്, അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ? അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ? ഓയെസ്, അറിയാം. അത് ശരി, അയാൾ പറഞ്ഞായിരിക്കും. അല്ല, ചിലരുണ്ടല്ലോ വീരവാദം മുഴക്കുന്നവർ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. സാറിന് എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് കച്ചവടം. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഓ, താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി.
ജാക്കി. നല്ല സ്ഥലം. ചേച്ചി ഇവിടെ നില്ല, ഞാനിപ്പോ വരാം. ഉം. വിളി വരാൻ പറ. ആ വരി വരി വരി. ആ വരി വരി ഇരിക്കി. നിങ്ങൾക്ക് ഇപ്പൊ എന്തെല്ലാണ് വേണ്ടത്? എന്തൊക്കെയുണ്ട്? പൗഡർ, പെർഫ്യൂം, സാരി പലതും ഉണ്ട്. ആ ഒന്ന് കാണട്ടെ. ഇരിക്കുന്നത് കള്ളശൈത്താൻ നീ നമുക്ക് നായിന്റെ അവൻ നമ്മളെ ലാസ്റ്റാണ്. എന്ത് ചെയ്യും? നല്ല വറാവറില്ല. കുത്തിരിക്കുന്നത് ഇതെല്ലാം ഒറിജിനലാണോ? ഡ്യൂപ്ലിക്കേറ്റിന്റെ കച്ചവടം നമുക്കില്ലല്ലോ. ആ പെർഫ്യൂം എടുക്കൂ. വൺ മാൻ ഷോ. സോപ്പ് അല്ല പൗഡർ. അത് വേണ്ട, അത് വേണ്ട. യാഡ്ലി. പിന്നെ അത് വേണ്ട. ഇതൊരു പുതിയ സാധന. നിവ്യ. ഇതിനെന്താ വില? 125 റുപ്യ. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാന്ന്. ഇതൊക്കെ എനിക്ക് വേണം. നിങ്ങൾക്ക് ഇതെല്ലാം എവിടുന്നാ കിട്ടുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്നതാ? ഇമ്പോർട്ടും എനിക്കറിയില്ല. ഉരുല്ലേ ആ, മച്ചുവ ആ, അറബിന്റെ അവിടുന്ന്. ആ. പിന്നെ ചില പഹന്മാര് ദുബായിൽ നിന്ന് വന്നിട്ട് ഡ്യൂട്ടി അടക്കാൻ കാശില്ലാതെ കറങ്ങുമ്പോ അവരോട് ചുളു വിലക്ക് കിട്ടണാണിത്. ചുളു വിലക്ക് കിട്ടുന്നാണെങ്കിൽ വില കുറച്ച് തന്നൂടെ? വില പറഞ്ഞ പ്രശ്നമല്ല, ഫിക്സഡ് റേറ്റാ. ആ, അപ്പോഴേ ഈ ഒരു പുറംകടലിൽ വരുമ്പോ മച്ചുവയിൽ പോയി കളക്ട് ചെയ്യോ? അതിന് ഏജന്റുമാരുണ്ട്. ആ, അപ്പൊ ഈ ഏജന്റന്മാര് കൊണ്ടുവന്ന് ഇതൊക്കെ സപ്ലൈ ചെയ്യും അല്ലേ? ആ ആ അപ്പോ ഈ ഏജന്റന്മാർക്ക് ഒരു തലവനുണ്ടാവും അല്ലേ? ഓ ഓ അദ്ദേഹം ആയിരിക്കും ജാക്കി. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞത്? സാധനം വാങ്ങാൻ വന്നാ വാങ്ങിപ്പോയ പോരെ? അപ്പം തന്നാ പോരെ? കുയ്യണ്ണണം. നിങ്ങൾ വനിതാ CID പോലീസ് അല്ലേ? അല്ല, വേണ്ട 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 വേണ്ട. എണീറ്റോളി, എണീറ്റോളി. അല്ല, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അശ്വതി വർമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. സാധനം വാങ്ങാൻ വന്നതോ? നിങ്ങൾ CID പോലീസ് അല്ലേന്ന്? ഏയ്, അശ്വതി വർമ്മ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. എന്താ കഴിക്കാൻ സംഭവിച്ചത്? അത് പുന്നാര മോനെ ഒരു ചെക്കൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാണ് ബല. കയറൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. കമോൺ. അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? അവർ വളരെ സെൻസിറ്റീവാണ്. ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കായ്ക്ക് നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഞാനത് അപ്പോഴേ മറന്നു. ലോറൻസ്, ഇവരെ വീട്ടിലേക്ക് ഒന്ന് വിട്ടേക്കൂ. അല്ല, എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? ഒരു കാപ്പിയെങ്കിലും തന്നൂടെ? കമോൺ. താങ്ക്സ്. ഇതാണ് എന്റെ വീട്. കൊട്ടാരം എന്ന് പറയുന്നതായിരിക്കും ശരി. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, 1 minute. ഓ യെസ്. വെച്ച് വിളമ്പി തരാൻ ആരുമില്ല. വേലക്കാരൻ പുറത്തു വരികയാണ്. അതുകൊണ്ട് കോഫി ഇല്ല. ഹാവ് എ കൂൾ ഡ്രിങ്ക്. താങ്ക് യു. ഒറ്റയ്ക്കാണോ താമസം? അതെ. വേറെ ആരും? ഉണ്ട്. അമ്മ നാട്ടിലാണ്. ബിഹൈൻഡ് എവരി ഫോർച്യൂൺ there's a will. You are wrong. Behind every fortune there is a crime. അശ്വതി വർമ്മയ്ക്ക് ജാക്കിയെ കുറിച്ച് എന്താ അറിയേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനുമുമ്പ് ഒരു കാര്യം, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്.
പലതും തുറന്നു ചോദിക്കും, പറയുന്നത് മാഗസീനിൽ വരും. അത് കാണുമ്പോൾ എന്നോട് മുഴുവൻ തോന്നരുത്. പത്രത്തെയും പത്രക്കാരെയും ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്. ചോദിച്ചോളൂ. ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ്. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത്. കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. സാഗർ ഒരു കള്ളക്കടത്തുകാരനായതിന്റെ പിന്നിലുള്ള പ്രചോദനം? ഈ മാഗസീൻസ് നിറയെ നിങ്ങളെപ്പോലുള്ള പത്രക്കാരെഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളുടെ അധ്യായങ്ങളാണ്. ഹാജി മസ്താൻ, യൂസഫ് പട്ടേൽ, ദാവൂദ് ഇബ്രാഹിം, വരദരാജ മുതലിയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യപരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ. ചോരത്തിളപ്പും തന്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ്? അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്തുകാരനാകാം. സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു. എന്തിനും തയ്യാറായ അനുയായികൾ. അവർക്ക് അവരുടേതായ ലോകവും നിയമവും. അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ A ക്ലാസ് ജയിലും കുറെ പിഴയും. Will not a young man will be tempted, Miss Journalist? ഞായറാഴ്ച കണ്ണാടി, സൺഡേ മിറർ, ശവം. ആ ശേരൻകുട്ടി ജപ്തിയാണെന്റെ. താമ്പോ ഞാൻ അയ്യോ അത് പറ്റില്ല. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ ശേരൻകുട്ടി പറഞ്ഞത്. സോറി, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം. സാരമില്ല, ഞാൻ പിന്നെ വരാം. അശ്വതിയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയാം. ആ. കമോൺ. ലോറൻസ്, ഇവരെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കൂ. വരട്ടെ. ആ. വണ്ടിയോടെ? വണ്ടി എക്കട ഉന്തി. നിന്റെ ഒരു മുടിഞ്ഞ തെലുങ്ക്. എന്റെ അച്ഛൻ ആന്ധ്രാക്കാരനായി പോയതിന് ഞാൻ മതി മതി, ഞാൻ കുറെ കേട്ടതാ. അക്കടെ സ്വച്ഛനന്ദി. നമസ്കാരം. അല്ല മമ്മാലിയോ എപ്പോ വന്നു? ഞാൻ രാവിലത്തെ വണ്ടിക്ക് വന്നു. ആ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. മമ്മാലി ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അത് വാങ്ങിച്ചോളൂ. ഞാനിന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം ശരിയാക്കാം. സാറാ, അമ്പലത്തിനടുത്ത് പള്ളിമണിയും തിറക്കാൻ സാറും തീർത്തു തരണം. സാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അച്ഛന്മാരുടെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. തനിക്കെന്തായിട്ട് നിർബന്ധം? അവർ നേരിട്ട് വരട്ടെ, അപ്പൊ ആലോചിക്കാം. നമസ്കാരം സാർ. ഇവന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. പോയി കണ്ടാ മതി. ശരി സാർ. അല്ല, ഇതാര് കോശിയോ? വാ വാ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? താൻ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുവല്ലേ? അതല്ലേ ഞാൻ വന്നത്. വാ. തനിക്ക് ധൃതിയൊന്നുമില്ല? ഒരു ധൃതിയുമില്ല. 10 മണി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് എത്തിക്കോളാം. റെസ്റ്റർ. ചേട്ടൻ പോയിട്ട് വരൂ. ശേഖരൻകുട്ടിയില്ലേ ഇവിടെ? എനിക്ക് അയാളെ ഒന്ന് കാണണം. അവൻ അകത്തുണ്ടായിരുന്നല്ലോ. ശൈരകുട്ടി, ശൈരകുട്ടി. അല്ല, ഇത് ആര്? കോശിച്ചായന? ഇത് എവിടെ ആയിരുന്നു ഇത്രയും നാളും? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാം. കോശിച്ചായ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ആയ കാലത്ത് ആളും അർത്ഥവും നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് ശേഖരൻകുട്ടിയുടെ അച്ഛനെ. അത് കോശിച്ചായൻ പറയണോ? ഇന്ന് ഞാൻ അല്പം ക്ഷീണത്തില. ഇതുവരെ ഞാൻ ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ശേഖരൻകുട്ടി എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ കോശിച്ചായ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ശേഖരൻകുട്ടി, എനിക്കൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട്. ഗഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്നുകൾ. ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും. അതിനെ ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം. 1 കിലോ ഹെറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ
4 ലക്ഷം രൂപ വില കിട്ടും. നമുക്ക് ചിലവ് 25,000 രൂപയും. 1 കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും 200 ഇരട്ടി. സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും, ഒപ്പം ശത്രുക്കളും. അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് ശേഖരൻകുട്ടിയുടെ സഹായം വേണം. അതുകൊണ്ട് ശേഖരൻകുട്ടിക്കുള്ള ഗുണം 50-50 ഇൻ റിസ്ക് ആൻഡ് കോസ്റ്റ്. പുതിയൊരു ഏർപ്പാടാണ്. എനിക്കൊന്ന് ആലോചിക്കണം കോശ. നോ, നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നെർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ലക്ഷക്കണക്കിന് ആളുകളുടെ ശാപം ഏൽക്കേണ്ടി വരും. എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല. കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാമാ പണി ചെയ്യാം. ശരിയാ, ഡീസന്റ് കാര്യം. ഒരാൾ ഒരു പ്രപ്പോസലും കൊണ്ടുവന്നു, നിന്നോട് അഭിപ്രായം ചോദിച്ചു. നിനക്കിഷ്ടമില്ലാത്ത എനിക്കും വേണ്ട. എനിക്കല്ല, നമുക്ക് വേണ്ട. വേദനിച്ചോ? നോ, లేదండి, മരവിച്ചുപോയി, മറുത്തുപോയണ്ടേ. അവനോടുള്ള ദേഷ്യം തീർത്തതാ. അവന് കിട്ടേണ്ടതായിരുന്നു. എന്നാലും കിട്ടിയത് എനിക്കാണല്ലോ. എടാ ചാണക്യ, ഈ സാഗറിന് എന്താ ഒരു മാറ്റം? അവൻ നന്നാവാൻ തീരുമാനിച്ചോ? എനിക്കത് നേരത്തെ തോന്നിയതാ. ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ. അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്തുവാ ജാക്കി പറഞ്ഞത്? പോട്ടേന്ന്. അതിന് അവനെ കുറിച്ചല്ലേ ന്യൂസ് വന്നത്? അതെ. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ജാക്കി എവിടെ ആർക്കറിയാം? അതിലെന്താ എഴുതിയിരുന്നത്? അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. അപ്പൊ നാണക്കേട് ആർക്കാ? അച്ഛന്. നീ നൈന. പിന്നെന്തിനാ അവൻ എതിർക്കുന്നു? പോട്ടെ എന്ന് പറയാമല്ലോ. ശേഖരൻകുട്ടിക്ക് അറിയാമോ, ആ പെണ്ണ് എപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്നെ. താൻ കണ്ടോ? കണ്ടോന്നോ? അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ? അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി. ഞാനൊരുത്തൻ അവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല. ശേഖരൻകുട്ടി, തനിക്ക് ശക്തിയേ ഉള്ളൂ, ബുദ്ധിയില്ല. അത് അവന്റെ കയ്യില്ല. അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ? തനിക്കും കോശിക്കും. ആരാടാ ബിസിനസ് വേണ്ടാന്ന് വെച്ചത്? ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കാം. ലോറൻസ്, ഒരു ഗ്ലാസ് എടുക്ക. താനെന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? ചാകര വന്നോ? കസ്റ്റംസുകാര് വല്ല കുഴപ്പമുണ്ടാക്കിയോ? പിന്നെ എന്താന്ന് വെച്ചാ പറയൂ. ശേഖരൻകുട്ടി ചതിച്ചു. ശേഖരൻകുട്ടിയും ആ കിഴക്കൻ ക്രിസ്ത്യാനിയും ചേർന്ന് പങ്കുവച്ചോടം തുടങ്ങി. തനിക്കും തുടങ്ങിയോ ആ ചാണക്യന്റെ അസുഖം? പരദൂഷണം പറച്ചിൽ. ഞാൻ ആരോട് ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം. പരിപൂർണ ബോധ്യമില്ല, ഞാൻ ഒന്നും പറയില്ല. എവിടെ അവരുടെ സ്ഥലം? നമ്മുടെ പഴയ സ്ഥലം തന്നെ, റോക്ക്ഫോർട്ട് ഗാർഡൻസ്. ഈ മീൻ്റെ അകത്തെ പണി കൊള്ളാലോ കോശ. ഇനി എന്തെല്ലാം പണി കിടക്കുന്നു. കോശ, നമ്മൾ ദുബായിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ? ഏയ്, നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളേരല്ലേ. കമാന്നൊരു അക്ഷരം മിണ്ടില്ല, പറയുന്നത് പോലെ ചെയ്തോളൂ. ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും?
നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻകുട്ടിയല്ലേ കൂടെ ഉള്ളത്. അത് ശരി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ട് പുതിയ പങ്കുവച്ചോടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. നീ തന്നെ പറഞ്ഞ വാചകമാണിത്. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലേ? നട്ടലുള്ള ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. എനിക്കിപ്പോഴൊരു കാര്യം അറിയണം. നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ അല്ലയോ എന്ന്. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. 4 കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കും ആക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞേര്. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. നമുക്ക് പിരിയാം. കമാൺ, വി വിൽ പാർട്ട്. ബുദ്ധിമുട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പാർട്ട്ണർഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കണം, അല്ലെങ്കിൽ നടത്തും. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ലോറൻസ്. ജാക്കി, യു വിൽ റിഗ്രറ്റ്. 32 ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും. ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു ബാസ്റ്റാർഡ്. എന്താ? സാർ, സാഗറിന് ഞാൻ ഈ എഴുത്തെഴുതുന്നത് പേടിച്ചു വിറച്ചുകൊണ്ടാണ്. ഇവിടെയുള്ളവർ ഓരോന്ന് പറയുന്നു. സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ ഉപദ്രവിക്കുന്നും മറ്റും. സാഗറിനെ അയാൾ... എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല. രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല. എനിക്ക് സാഗറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ എഴുത്തു കൊടുത്തയച്ചത്. കണ്ടില്ലേ, ഇപ്പൊ മനസമാധാനമായില്ലേ? ആദ്യമായിട്ടാ എന്റെ കാമുകി എനിക്കൊരു കത്തെഴുതുന്നത്. പക്ഷേ ഉള്ളടക്കം മോശമായി പോയി. അല്ല, ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചു പോയതാ. ജ്യോതി, നീ എന്തിനാ അവരും പറയുന്ന കേട്ട് വിഷമിക്കുന്നത്? നീ വിചാരിക്കുന്ന തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാനും ശേഖരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, പങ്കുവെച്ചോടെ നിർത്തി. പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല. ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത്. എന്താ, സമാധാനമായില്ലേ? ദൈവമേ, ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. ആദ്യമായി എന്റെ കാമുകിയുടെ മുഖത്ത് വിരഹവേദനയില്ല, കണ്ണുനീരില്ല, കരച്ചിലില്ല. ഞാൻ വരട്ടെ. Yes. Come in. ഇരിക്കൂ. ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത്, ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും. ഐ വാണ്ട് ടു അവോയ്ഡ് ഇറ്റ്. ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം. ഇതിൽ CM-ന്റെ റെസിഡൻസ് നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്.
ശേഖരൻകുട്ടി അവിടെയാണ് താമസിക്കുന്നത്. CM-ന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല. ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല. എനിക്കെതിരായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ എനിക്കത് അറിയണം, അത്രേ ഉള്ളൂ. എന്താ ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ? ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതല്ലേ? ജോർജ്, ജോർജിന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സുഭാഷ്, ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്കി ഒരാൾ വരും. അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയണം. ഈ ഡോളറിന്റെ പകുതി അയാൾ തരും. ശരിയാണോ എന്ന് ഒത്തുനോക്കണം. ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം. ശരി. അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ? അറിയാം. ജാക്കി നന്നായിട്ടാണെന്ന് പറയണം. എക്സാക്ട്ലി. എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത്. നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട്. പൊയ്ക്കോളൂ. സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് ചെയ്യാണോ? സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. അതെ, ചെറുപ്പക്കാരൻ, ഇരുനിറം. സോറി, അത് പറയില്ല. സാറിന് സൗകര്യം ഉണ്ടെ പിടിച്ചാൽ മതി. കോസ്റ്റായോ, ആ ചെറുക്കൻ ജാക്കിയുടെ പേര് തന്നെ പറയുവോ അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി നമ്മുടെ പേര് പറയൂ? കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത്? ജാക്കി 1 കണ്ടാൽ ഞാൻ 10 കാണുന്നവന്. നാളെ ഈ സമയത്ത് ജാക്കി ലോക്കപ്പിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കും. ఈ అచ్చాయ നമുക്കിട്ട് പണിയുമോ? 7 സംവത്സരാലു കാരാഗ്രഹം പറ്റണ്ടി. മനസ്സിലായില്ലേ? 7 വർഷം ജയിലിൽ തള്ളും. പോടൂ, ഞാൻ പറയാനുള്ള പറഞ്ഞു. నేను చెప్పినది చెప్పినట్టే. 2 കാളുണ്ടായിരുന്നു. വിളിച്ചത് 2 ഒരാൾ തന്നെ. ഒന്ന് ഹോട്ടൽ ബ്രോഡ്വേയിലേക്ക്, 41 മിസ്റ്റർ സുഭാഷ്. രണ്ടാമത്തെ കോൾ നർക്കോട്ടിക് സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക്. അറ്റൻഡ് ചെയ്ത CI. എന്തായിരുന്നു സംസാരിച്ചത്? നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. കോശി തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചാണെന്ന് അവൻ പറയും? ജാക്കി നന്നയച്ചാണെന്ന് പറയും. എക്സാക്ട്ലി. അവൻ അതേ പറയൂ ലോറൻസ്. അച്ചായന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. എന്താണ് ഇത്? ജാക്കി എന്നതാ. ആര്? ജാക്കി എന്നതാ. ഏത് ജാക്കി? നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിലൊരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക. അത് ഒരു 3ാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്.
ശേഖരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ ഈ നസ്രാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. ചോദിച്ചായോ? ഞാൻ ചോദിച്ചല്ലേ ഇത് വേണോന്ന്. ഇപ്പൊ എന്തായി? 5-8 കൊല്ലം അവൻ എന്റെ വേളായിരുന്നു. അവന്റെ ബുദ്ധി എനിക്കറിയാം. നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും. അതാ ജാക്കി. 200 ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്ന് ഓർത്താ അവനെ ഞാൻ പിണക്കിയത്. എക്സാക്ട്ലി. നീരുവൊക്കെ ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശേഖരൻകുട്ടി, ഞാൻ അന്നേ പറഞ്ഞതാ ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട, നഷ്ടമേ ഉണ്ടാവൂന്നും കയ്യിലുള്ളതും കൂടി പോവൂന്ന്. മനക്ക് നഷ്ടവുച്ചുന്തി തെളിസാ. നിന്റെ തെളിസ. ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട. അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചു.